ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇന്ന് ടെസ്റ്റ് ബഹിഷ്കരിച്ചു. MVD ഉദ്യോഗസ്ഥർ സർക്കുലർ വായിച്ചപ്പോൾ പുതിയ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിക്കുകയായിരുന്നു. കാക്കനാട് 70ഓളം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ് ഇന്ന് ടെസ്റ്റ് ബഹിഷ്കരിച്ചത്. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നു മുതൽ നടപ്പിലാക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ പുതിയ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണെന്നും ഇവ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പതിവ് പോലെ ടെസ്റ്റിനെത്തിയ MVD ഉദ്യോഗസ്ഥർ സർക്കുലർ വായിച്ചു കേൾപ്പിച്ചു. തുടർന്നാണ് ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നതായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചത്. സ്വന്തമായ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഈ സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ ഈ സമരം തുടരാനാണ് ആലോചിച്ചിരിക്കുന്നത്. 70 ഡ്രൈവിംഗ് സ്കൂളുകളാണ് കാക്കനാടുള്ള ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്തുന്നത്. 120ഓളം പേർ ശരാശരി ഒരു ദിവസം ടെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. ഒരു ദിവസം 30 പേർക്ക് മാത്രമേ ടെസ്റ്റിൽ പങ്കെടുക്കാവൂ എന്ന പുതിയ നിർദ്ദേശം ലേണേഴ്സ് എഴുതി കാത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. 120 ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് ഡെയിലി നടന്നുകൊണ്ടിരുന്നത്. അതൊരു സുപ്രഭാതത്തിൽ അത് 50 ആക്കി കുറച്ച്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ കുട്ടികളെല്ലാവരും കഷ്ടപ്പെട്ട് ആ ഡേറ്റ് എടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തീരുമാനവും ഇല്ലാത്തതിൻ്റെ ഭാഗമായി അതെല്ലാ ഡേറ്റുകളും ക്യാൻസൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ എറണാകുളം ആർട്ടിഫിഷ്യലിൻ്റെ 3000-ൽ പരം കുട്ടികളുടെ ഡേറ്റാണ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്തത്. അത് അവർ റീസൺ പറഞ്ഞത് കോവിഡ് ആണെന്നാണ്. അപ്പോൾ ഇത്തരം ഉത്തരവാദിത്വമില്ലാത്ത വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പുതിയ സർക്കുലർ റദ്ദാക്കുന്നതുവരെ ബഹിഷ്കരണം തുടരും. ഇന്ന് ടെസ്റ്റ് തടയുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതിനാൽ ഡ്രൈവിംഗ് വിദ്യാർത്ഥികളും ടെസ്റ്റിന് എത്തിയിരുന്നില്ല. ജനം, കൊച്ചി.